കാലചക്രത്തിന്റെ തിരിച്ചിലിൽ നന്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നല്ലവരായ നാട്ടുകാർക്ക് മുൻപിൽ പള്ളിക്കുത്ത് നന്മ ക്രിയേഷൻസ് സവിനയം സമർപ്പിക്കുന്നു. കെടാവിളക്കിന്റെ കാവൽക്കാർ. എന്തൊരു ചൂടാല്ലേ! മഴയില്ല, വെള്ളമില്ല. ഇതെല്ലാം കൂടി എന്തായി തീരും എന്തോ. രാവിലെ തന്നെ ഒരു മഴക്കാറൊക്കെ മൂടുണ്ടല്ലോ. വർഗീസേ, ഇന്നെങ്കിലും ഉമ്മക്കൊരു മഴ കിട്ടോ? ശരിയാടാവേ, പെയ്താ മതിയായിരുന്നു. പറമ്പൊക്കെ നനച്ചിട്ട് കാലം കുറയായി. ഇങ്ങനെ പോയാ എല്ലാം നശിച്ച് നാറാണക്കല്ലാവും. അല്ല, സംസാരത്തിനിടയ്ക്ക് നീ എന്റെ ചായ മറന്നു? അത് ഞാൻ മറക്കോ? ഇതാ ചായ. അല്ല, പത്രത്തിൽ എന്താന്ന് പുതിയ വാർത്ത? എന്തോന്ന് പുതിയ വാർത്ത? എന്നത്തേം പോലെ തന്നെ പീഡനവും വെട്ടും കുത്തും. പിന്നെ ഇന്ന് ചെറിയ മാറ്റമുണ്ട് കേട്ടോ. പൂജാരിക്കും മൂല്യാർക്കും ചെറിയൊരു ഇടവേള. ഇന്നിപ്പോ പള്ളിയിലച്ചനാ. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടേന്നുള്ളൂ. ഇപ്പൊ അതുമായി. അല്ല, സമയത്രയായിട്ടും നമ്മൾ അബ്ദുവിനെ കണ്ടില്ലല്ലോ. നീ അതങ്ങ് മറന്നോ? ഇന്നല്ലേ സുഹറയെ കാണാൻ ഒരു കൂട്ടിന് വരുമെന്ന് പറഞ്ഞത്? ശരിയാ, അത് ഞാനങ്ങ് മറന്നു. അല്ല, പറഞ്ഞു തീർന്നില്ല. അബ്ദു അല്ലേ വരുന്നത്? വെരി ഇരിക്കും. വർഗീസേ, ഇത് നേരത്തെ ഇങ്ങോട്ട് പോന്നോ? ഞാൻ നേരത്തെ അല്ലടാ, നീയല്ലേ വയ്യേ. നീ ഇങ്ങോട്ട് ഇരിക്കും. ആദ്യം ചൂടുള്ള ഒരു ചായ എടുക്കാതെ, എന്നിട്ടാവാ നല്ല സംസാരം. അതെന്ത് വർത്താന വേലാതജി പറയണ്? രാവിലെ തന്നെ അന്റെ ഒരു ചായ കിട്ടിയാലല്ലേ ഞമ്മക്കൊരു പിരിസത്തുണ്ടാവുള്ളൂ. എത്ര വർഗീസേ, ഇടുക്ക് പറയാ ഈ ചൂടോടൊരു ചായ ഇങ്ങോട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവര് വന്നിട്ട് എന്തായി കാര്യങ്ങൾ? അതങ്ങോട്ട് ഉറപ്പിച്ചാലോ എന്നാണ് തീരുമാനം. ഒരു വലിയ തറവട്ടാരാണേ. 2-3 തുണിപ്പീടി, ഒരു മരമില്ലൊക്കെ ഉണ്ടോലോ. ഇജറിയും വേല ഇതാ നമ്മളെ മമ്പറത്തെ ബാവാന്റെ പെങ്ങളെ ചെക്കനാണ്. അതേതായാലും നന്നായി. സുഹറയ്ക്ക് നല്ലൊരു ജീവിതാവൂലോ. പിന്നെ സുബൈറല്ലേ? ഓ, അവനൊരു ആങ്കൊച്ചല്ലടാ. അവനിനി സമയമുണ്ടല്ലോ. അല്ലേലും ഓൻ അവിടെ നിക്കട്ടെ. ഓനിപ്പൊ കളിയും കൂട്ടുകാരൊക്കെ അല്ലേ ഫസ്റ്റ്. ഒരു പോവാൻ കാത്തിക്കേനി മണ്ടിക്കണോ ഗ്രൗണ്ടിക്ക്. വീട്ടിലൊരുത്തനുണ്ട്, ജോഷി. അവനും കണക്കാന്നേ. അതിന്റെ കാര്യൊന്നും പറയണ്ടാന്ന്. വിനോദിനോട് ഒരു 5 മിനിറ്റ് കടയിൽ നിൽക്കാൻ പറഞ്ഞാൽ ഓനതിന് നേരല്ല. ഓനും പോയിണ്ട് ഗ്രൗണ്ടിലേക്ക്. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലടാ പേര്. നമ്മുടെതല്ലേ മക്കളെ. അല്ല, നമ്മള് പണ്ട് എങ്ങനെയിനി? അതിനിപ്പോ വല്ല മാറ്റം ഉണ്ടാക്കിയാരേ. വിനോദേ, ദേ ആ കുപ്പിക്ക് അറിയാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു ജോഷി, നീ ഒന്നും മിണ്ടാതിരിക്ക. മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോളാ. ആ സുബൈറിനെ കണ്ടില്ലല്ലോ ഇതുവരെ. നീ നോക്കിക്കോ, അവര് പോയി കഴിഞ്ഞാ അവനിങ് വരും. എടാ, സുഹറേങ്കാലി സമ്മതിക്കുന്നു. പിന്നെന്താ, അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കണം. എടാ, അത് എന്റെ പൊന്നു വിനോദേ, സുബൈറിന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ടില്ല നീ അവളെ സ്നേഹിച്ചേ? പിന്നെന്താ? എടാ, ജോലിയിൽ പോസ്റ്റിംഗ് ആയിട്ട് വേണം സുബൈറിനോട് ഇതെല്ലാം തുറന്നു പറയണമെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ. എല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എടാ, നീ റാങ്ക് ലിസ്റ്റിലുണ്ട്, അതും 100 താഴെ. പിന്നെന്ത് നോക്കാനാ? നിനക്ക് പറ്റില്ലേ പറ, ഞാൻ പോയി പറയാനുണ്ട്. എടാ, അത്
എവിടാടാ സുബേറെ? എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നു? ഓരിപ്പൺ പോയിട്ടുള്ളു ചെങ്ങായി. അതിന്റെ പിന്നാലെ തന്നെ ഞാൻ വന്നില്ലേ, പിന്നെന്താ? അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതൊക്കെ പറയാ. വിനോദേ, ഇജാദ്യം വണ്ടി എടുക്ക്, നല്ലൊരു ഹോട്ടലിക്ക്. ഇന്ന് നിന്റെ വകയാണ് ചെലവ്. വിനോദേ, ആ നല്ലതെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? നിന്റെ അച്ഛന്റെ ചായക്കടയ്ക്കല്ല. അതൊക്കെ വിട്. അവര് വന്നിട്ട് എന്തായി കാര്യങ്ങൾ? എടാ, അതങ്ങോട്ട് ഉറപ്പിക്കാന്നാ തീരുമാനിച്ചേ. പുയ്യപ്പ നല്ല കായ്ക്കാരനാ, പിന്നെ നല്ല മഞ്ചനും. അടിപൊളി. കാശും സൗന്ദര്യവും മാത്രം നോക്കിയാൽ മതിടാ. ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കൊന്നും വേണ്ട. ആകെ ഒരു പെങ്ങളല്ലടോ ഉള്ളൂ നിനക്ക്. ശരിയാടാ, ഞാനത് അത്രയ്ക്കണ്ട് ഓർത്തില്ല. വിനോദേ, നിനക്കൊന്നും പറയാനില്ലേ? എടാ, നിന്നോടാ ചോദിച്ച നിനക്കൊന്നും പറയാനില്ലേന്ന്. എല്ലാം നീ പറയുന്നുണ്ടല്ലോ. ആ, ഞാൻ പറയുന്നുണ്ട്. നിനക്കും കൂടെ ഉള്ള ഞാൻ പറയാം. എടാ, അതല്ലടാ. അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ സുബേറെ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഇപ്പോഴും പറഞ്ഞേ പറ്റൂ. ഇജ് വളച്ചു കേട്ടത് കാര്യം പറ ജോഷി. സുബേറെ. ജോഷി, നീ പോടാ, ഞാൻ പറയും. നിന്റെ പെങ്ങള് ഇവനും തമ്മിൽ ഇഷ്ടത്തില്ല. ജോഷി, ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാ. അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സംശയമുണ്ട്, നീ പോയി ചോദിക്കി. വിനോദേ, ഓണി പറയുന്ന സത്യമാണോ? സുബേറെ, നിന്നോടത് പലവട്ടം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ജോലി കൂലിയില്ലാത്തവന്റെ ഒരു അപകർഷതാബോധം. കോപ്പാണ് അവന്റെ ഒരു അപകർഷതാബോധം. 2 മാസം കഴിഞ്ഞാ 5 ശമ്പളം വാങ്ങുന്ന ജോലിക്കാരനാവില്ല നീ. പിന്നെ ജാതി മതം. എന്ത് ജാതി, എന്ത് മതം? പട്ടിണിക്കിടാതെ പെണ്ണിനെ പോറ്റുന്ന ആണിന് എന്ത് ജാതി? അവന്റെയൊക്കെ ഒരു ജാതി. സുബേറെ, നിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം വേണ്ടെന്നാണ് സുഹ്റ പറയുന്നത്. അവളടാ പെണ്ണ്. അവൾ എന്താ പറഞ്ഞെന്ന് എനിക്കറിയോ? ചങ്കു പറിച്ചേർന്ന കൂട്ടുകാർക്കിടെ വിള്ളലുണ്ടാക്കിയിട്ട് അവക്കും അവനൊരു ജീവിതം വേണ്ടാന്ന്. വിനോദേ, ഓളിന്റെ ജീവനാണ് ഇജിന്റെ ചെങ്ങായി. ഓൾക്ക് കൊടുക്കാൻ ഈ ദുനിയാവില് അന്നേക്കാൾ നല്ലൊരു പുയ്യാപ്പിളിനെ വേറെ കിട്ടുള്ളൂ. ഒക്കെ ശരിയാവും. എടാ സുബേറെ, വേറൊരു പ്രശ്നമുണ്ട്. സുഹ്റയും വിനോദും കൂടെ സംസാരിക്കുന്ന ആ ഏഷണി കുഞ്ഞാപ്പ് കണ്ടിട്ടുണ്ട്. എന്റെ ബാപ്പാണ്ട് പോയി പറഞ്ഞു വല്ല പ്രശ്നമാവോ? പടച്ചോനെ, കുഞ്ഞാപ്പ് പറഞ്ഞത് എന്തായാലും ബാപ്പാനോട് പോയി പറയും. പറഞ്ഞാലെന്താ, എല്ലാരും അറിയട്ടെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. കുഞ്ഞപ്പോ, ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണോ? സത്യാണ് ആചാരെ, സത്യാണ്. ഓല് തമ്മിൽ കൊഞ്ചിക്കൊഴണത് നമ്മുടെ കണ്ണോണ്ട് കണ്ടിക്കണേ. ആ ചെക്കനോളെ മയക്കീന്ന് ഓനോളെ കെട്ടി ഓനെ ദീനി ചേർക്കണ കാര്യം പറയണത് നമ്മള് കേട്ടിക്കണ്. ഞാൻ ഇങ്ങളോട് നുണ പറയാ ആചാരെ? ഒന്നുമില്ലെങ്കിലും ഞമ്മളൊക്കെ ഒരേ സമുദായക്കാരല്ലേന്ന്. കുടുംബത്തിനും സമുദായത്തിനും ചീത്തപ്പേരുണ്ടാക്കി ആ നായരേക്കിന്റെ ഒപ്പം പൊറുക്കാനാണോളെ ഭാവം നീച്ചാല് വെട്ടി നുറുക്കി കുഴിച്ചു കൂടും ഞമ്മളോളെ. ഓളെ അല്ല കൊല്ലേണ്ടത്.
എട്ടും പൊട്ടും തിരിയാത്ത എമ്പളക്കൂട്ടീനെ കറക്കി വശത്താക്കിയ ഹിമാലിന്റെ കൗത്താണ് വെട്ടേണ്ടത്. നിങ്ങക്ക് പറ്റൂലെങ്കിൽ പറയും, നമ്മളെടുത്തണ്ട് നല്ല ഉസിരുള്ള ആൺകുട്ടികള്. വേണ്ട, ഒരു പീറച്ചക്കനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് പുതിയടുത്ത് അദ്വാജിക്ക് പുറത്തുനിന്ന് ഒരാളിന്റെ അവതാര്യം വേണ്ട. 10-25 കൊല്ലായിട്ട് ഞമ്മളും പോറ്റി വളർത്തുന്നുണ്ട് ഒരാൺകുട്ടീനെ. ആൺകുട്ടി ഓനാ നായർ ചക്കന്റെ ഒപ്പം അങ്ങാടി നിക്കണ കണ്ടിട്ടാണ് നമ്മൾ ഈ വരുന്നത്. സുബേരെ, വേലായുധൻ, ഷെറിൽ ബാബു, വർഗീസ്, സൂപ്പർ സന്തോഷ്, അബ്ദുഹാജി, ബസ്മൻ ദിനേശ്, കുഞ്ഞാപ്പു, അരുൺ കരിങ്കോറമണ, സുബേർ, അപ്പു, ജോഷി, മനുരാഗ്, വിനോദ്, VMC അനു, രംഗപടം പഞ്ചമി, ശബ്ദ സാന്നിധ്യം CV ഷൈജു, റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഫക്ട്സ് ധനഞ്ജയൻ KT ഡിജിറ്റൽസ്, സ്റ്റുഡിയോ KT ഡിജിറ്റൽസ് ഓഡിയോ വിഷ്വൽ ലാബ് വണ്ടൂർ, സഹസംവിധാനം ശബരി, രചന സംവിധാനം കണ്ണൻ വട്ടകശ്ശേരി, അവതരണം നന്മ ക്രിയേഷൻസ് പള്ളിക്കുത്ത്. സുബേരെ, എന്തോ വാപ്പ? വെട്ടണ ഹാമുക്കിന്റെ കൗത്തിന് അന്റെ പെങ്ങളെ കെട്ടി മതം മാറ്റാൻ നിൽക്കണ ഓനെ കൊന്നിച്ച് ജയിലിൽ പോയാലും ഈ ബാപ്പ അതങ്ങോട്ട് സഹിച്ചോളാം. വാപ്പ, നിങ്ങൾക്കൊരു മകനാണ് വേണ്ടത്, അതൊരു വാടക കൊലയാണ്? നിങ്ങൾ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അബ്ദു, എന്നതാണ് പ്രശ്നം? നിങ്ങൾ ഓന്റെ വർത്താനം കേട്ടിക്കണ്ട് വെട്ടാൻ പറയാ ചേരെ. വെട്ടാനും കുത്താനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അല്ല, ഇതാ അന്റെ ചെക്കൻ കൂടെ പൊറപ്പിക്കാൻ നിന്റെ പെണ്ണിന് തന്നെ വേണമല്ലോ. വിനോദേ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അതെ, സത്യമാണച്ചാ. ആ മാപ്പിള പെണ്ണിനെ കെട്ടി പൊറുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ വീടിന്റെ പടിതി കയറരുത്. എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് വിചാരിച്ചോളാം ഞാൻ. നായര്, നസ്രാണി, മാപ്പിള, നന്നായിട്ടുണ്ട് അച്ഛാ, നന്നായിട്ടുണ്ട്. വാപ്പ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, 10-25 കൊല്ലം മുമ്പ് പുതിയടത്ത് അബ്ദുഹാജി തിരൂരും താനൂരും അവിലും വിറ്റ് നടന്നിരുന്നൊരു കാലുണ്ടേത്. അന്ന് വലിയ പുരക്കിൽ ബാവട്ടിയാജിയുടെ മകൾ ആമിനയെ, എന്റെ ഉമ്മാനെ സ്നേഹിച്ചു കൂടെ കൂട്ടാൻ നിന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ സമുദായക്കാരുണ്ടേന്നില്ല, ഈ പറഞ്ഞ നായരും നസ്രാണിയും തന്നെ ഉണ്ടേന്നുള്ളൂ. അത് നിങ്ങൾ മറക്കണ്ട. അന്റെ പായമ്പൂരാണം കേൾക്കാനല്ല നമ്മളിവിടെ വന്നിക്കണേ. ഓളി നായരക്കന്റെ ഒപ്പം പോണേനെ കൂട്ടിക്കാനാണ് എന്റെ പൂതിച്ചെങ്കില് ഞമ്മക്കും തന്നെ ഒരു മകനില്ലാന്നങ്ങോട്ട് കൂട്ടിക്കോളാം. നായരുണ്ടാക്കി ചായ നസ്രാണിക്കും മാപ്പിളയ്ക്കും കുടിക്കാം. നസ്രാണിയും മാപ്പിളയും കുടിച്ച ഗ്ലാസ് നായര് കഴുകും ചെയ്യാം. അപ്പോഴൊന്നുമില്ലാത്ത ഈ ജാതി മതം ഇപ്പൊ എവിടുന്നുണ്ടായി? ജോഷി, നായരും മാപ്പിളയും അവർ തമ്മിൽ തല്ലട്ടെ, നീ വാടാ വീട്ടിലേക്ക്. അപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? ഇല്ല അപ്പച്ച, ഇല്ല. അങ്ങനെ നായരും മാപ്പിളയും തമ്മിലെടുപ്പിച്ചിട്ട് ഒരു നസ്രാണിയായിട്ട് എനിക്ക് ഇവിടെ ജീവിക്കുകയും വേണ്ട. ജോഷി, അപ്പച്ച, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിളിൽ പറയുന്നത്? അല്ലാതെ അവന്റെ ജാതി മതം നോക്കി സ്നേഹിക്കാനല്ലല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽക്കേ നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടതാണ്. മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും തിരമാലകൾ തീർത്ത സഖാവ് EMSന്റെയും AKGയുടെയും നാടാണ് കേരളം. ആ കേരളം തന്നെയല്ലേ ഇപ്പോഴും? അധ്വാനിക്കുന്നവന്റെ മനസ്സിനും ശരീരത്തിനും തണലേകുന്ന ഒരു വൃക്ഷമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ മുകളിൽ പാറിക്കളിക്കുന്ന ചെങ്കൊടിയുടെ കീഴിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. അതെ, അത് വരും തലമുറയ്ക്കും കിട്ടണം. ഇവിടെ വർഗീയവാദികളുടെ കുരുതിക്കളമാക്കാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർ സമ്മതിക്കില്ല. കൂടെ നിൽക്കാൻ ഒരാളും ചെങ്കൊടി എന്നാൽ ഒരു കൈയും ഉണ്ടായിരുന്ന കാലത്ത് വന്നതാണ് ഈ പ്രസ്ഥാനം. ഇവിടെ ഇന്നും ഒരു സ്വർഗമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ മതത്തിന്റെ പേരിൽ തമ്മിലടിച്ച് എനിക്കും സോറിക്കും ഒരുമിച്ചൊരു ജീവിതവും വേണ്ട. മതത്തിന്റെയും വർഗീയതയുടെയും കുരുതിക്കളമാക്കാൻ ഈ പ്രസ്ഥാനം ഇവിടെ ആരെയും അനുവദിക്കില്ല, ഒരിക്കലും. വർഗീയതയുടെ ധ്രുവീകരണത്തിൽ
വിനോദിന് നഷ്ടപ്പെട്ട സുഹറയെ പോലെ ഇന്നാട്ടിൽ പലർക്കും പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് വരും നല്ല നാളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും പറഞ്ഞതൊന്നു തന്നെയാണ്. മതസ്പർദ്ധയല്ല, മറിച്ച് മതസൗഹാർദ്ദമാണ്. കെടാവിളക്കായ ചെങ്കൊടിയുടെ കാവൽക്കാരാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ എന്ന തിരിച്ചറിവോടെ കെടാവിളക്കിന്റെ കാവൽക്കാർ. പാറട്ടെ കൊടി പാറട്ടെ, ചേലിൽ ചെങ്കൊടി പാറട്ടെ, ചോരത്തുള്ളികൾ വീണു ചുവന്നൊരു ചെങ്കൊടി വാനിൽ പാറട്ടെ. പാറട്ടെ കൊടി പാറട്ടെ, ചേലിൽ ചെങ്കൊടി പാറട്ടെ, ചോരത്തുള്ളികൾ വീണു ചുവന്നൊരു ചെങ്കൊടി വാനിൽ പാറട്ടെ.